റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇഡി കേസ് പ്രതികൾ ഓണം ആഘോഷിച്ചത് പോലീസിന്റെ അറിവോടെ. സ്റ്റേഷൻ ചുമതല വഹിക്കുന്ന CI R പ്രശാന്തിന്റെ അറിവോടെയാണ് പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസിലെ ഇടത് സംഘടനാ നേതാവാണ് R പ്രശാന്ത്. പോലീസുകാർക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങിയപ്പോൾ IP ബിനുവിനും വാങ്ങിയെന്നും സൂചന. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് നിർദ്ദേശിച്ചു. UDF പ്രവർത്തകരെ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ആഘോഷത്തിന് പിന്നിലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ഭരണം മാറിയത് ഇപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു. ഈ ED കേസിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത പ്രതികൾ ഇന്നലെ ഇവിടുത്തെ ഒരു IP ബിനു ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. അത് ഊഞ്ഞാലാടുകയും ചെണ്ട കൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഭരണം മാറിയത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് പോലീസിൽ. അതിൻ്റെ ദോഷമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. അതാ പറഞ്ഞത്, ഭരണം മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാരെ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ഈ ആഘോഷത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി. ഞാൻ പേര് പറയും, മന്ത്രി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെ ഈ ഭരണം മാറിയത് ഇപ്പോഴും കുറച്ച് പോലീസുകാർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് CPMൻ്റെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഒക്കെയാണ് ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് ഇവർ കണ്ടിട്ടുള്ളത് പലരും മിക്കവാറും ഈ CPMൻ്റെ ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും അവരാണ് ഭരിക്കുന്നതെന്ന് പോലീസ് കരുതുന്നുണ്ട് കുറേ ആളുകൾ. അവർക്ക് ആ ഉദ്ദേശം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ എന്തും കാണിക്കും എന്നുള്ള ഉദ്ദേശം. പക്ഷേ അത് അങ്ങനെ ഉദ്ദേശമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ 73 ദിവസം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് ആലോചിച്ചാൽ നല്ലതാണ്. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഓണാഘോഷം മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഓണാഘോഷത്തിന് പങ്കെടുത്തത്, ഈ പ്രതികൾ ഓണാഘോഷത്തിന് പങ്കെടുത്തത് ചില പ്രത്യേക ഉദ്യോഗസ്ഥരുടെ താല്പര്യപ്രകാരമാണ് എന്നും മുൻകൂട്ടി ക്ഷണിച്ചിരുന്നുവെന്നും ഓണക്കോടി എടുത്തു കൊടുത്തിരുന്നുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ്. അതിപ്പോ മന്ത്രി തന്നെ മുന്നോട്ട് വെക്കുകയാണ്. DGP വിശദീകരണം തേടിയെന്നും അറിയുന്നു. മധു, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം തിരുവനന്തപുരത്തുള്ള മന്ത്രി K മുരളീധരന്റെ പ്രതികരണം എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമായും തിരുവനന്തപുരത്തെ ഈ ഇഡി കേസിലെ പ്രതികളായ ആളുകളെ മന്ത്രിക്ക് അറിയാവുന്നതാണ്. അതിലെ ആ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയും അറിയാവുന്നതാണ്. അതിന്റെ കൂടി ഒരു പിൻബലത്തിലാണ് K മുരളീധരന്റെ പ്രതികരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന R പ്രശാന്തിന്റെ അറിവോടുകൂടിയാണ് ED കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന IP ബിനു അടക്കമുള്ള പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. 2, പോലീസുകാരുടെ അതേ ഡ്രസ് കോഡായിരുന്നു IP ബിനുവിനും ഉണ്ടായിരുന്നത്, നീല ഷർട്ടും മുണ്ടും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്ത്രങ്ങൾ എടുത്തതിന്റെ കൂടെ ഒരു കോൺസ്റ്റബിൾ IP ബിനുവിനും ഡ്രസ്സ് എടുത്തു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഡ്രസ്സ് ഒരു കോൺസ്റ്റബിൾ IP ബിനുവിന് കൊടുക്കുകയും അതിട്ട് സ്റ്റേഷനിൽ ഒപ്പിടാൻ വരുന്ന സമയത്ത് ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇതനുസരിച്ച് DGP രവണ ചന്ദ്രശേഖർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ B കൃഷ്ണയോട് അന്വേഷണം നടത്താനുള്ള ഇങ്ങനെ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ പോലും ഈ നമ്മൾ അമർ അക്ബർ ആന്റണി ചിത്രത്തിൽ നമ്മുടെ രമേഷ് പിഷാരടി വരുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവെക്കാൻ പോവില്ലല്ലോ. ഒരിക്കലുമില്ല. ഇതിനകത്ത് ഇവർക്ക് പറയാനുള്ള കാര്യം ടെക്നിക്കലായി IP ബിനു അടക്കമുള്ള ആളുകൾ പറയുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തോ കോമ്പൗണ്ടിലോ നടന്ന ഒരു ഓണാഘോഷത്തിലല്ല അവർ പങ്കെടുത്തത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പുറത്ത് റോഡിൽ ഒരുക്കിയിരുന്ന ഒരു മരത്തിൽ ഊഞ്ഞാലാടി റോഡിൽ തന്നെ ഒരുക്കിയിരുന്ന പൂക്കളത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു, ചെണ്ട കൊട്ടി പോവുകയാണ് ചെയ്തത് എന്ന വിശദീകരണമാണ് ഇവർ നൽകുന്നത്. ഓക്കെ.